5th പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. Congratulations, Sheena and Shaitya. Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to me. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ശൈത്യ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റഡ് ആയിട്ടുണ്ട്. അതൊരു വളരെ നല്ല കാര്യം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു ശൈത്യയും ശൈത്യയുടെ അമ്മയും കുറച്ച് അഹങ്കാരം പിടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അമൃത TV-യിൽ അമ്മയും മകളും എന്ന് പറയുന്ന ഒരു ഷോയിൽ ഇവര് ആ ഒരു വേദിയിൽ ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അവർ 5th പൊസിഷനിൽ വന്നതുകൊണ്ട് ആ ഒരു മൊമെൻ്റ് വാങ്ങാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു കലാകാരിയെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഒരു കലാകാരിയെ സംബന്ധിച്ച് തനിക്കൊരു വേദി കിട്ടുക, ഒരു പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതല്ലേ ഏറ്റവും കൂടുതൽ ആയിട്ട് ആ ഒരു കലാകാരി ആഗ്രഹിക്കാം. അല്ലാതെ ഞാൻ ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കണം ഒന്നാമത് വരുന്നത്, എങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളൂ എന്നായിരിക്കും ഒരു കലാകാരി വിചാരിക്കേണ്ടത്. പക്ഷേ ഈ ശൈത്യയും ശൈത്യയുടെ അമ്മയും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് 1ാം സ്ഥാനം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു ശ്വേതാ മേനോൻ കൊടുത്തിരുന്ന ട്രോഫി റിജക്റ്റ് ചെയ്തിട്ട് ആ ഒരു വേദിയിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഒരു 1 ഇയർ മുമ്പുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ശൈത്യയും ശൈത്യയുടെ അമ്മയും എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു വീഡിയോ തന്നെ ധാരാളമാണ്. അതായത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇവര്, പ്രത്യേകിച്ച് ശൈത്യ. അത് തന്നെയാണ് നമ്മളിവിടെ ബിഗ് ബോസിലും കണ്ടത്. അതായത് അനുമോള് ഒഴുക്കിയ കണ്ണുനീര് അത് ഒറിജിനൽ ആയിട്ടുള്ള കണ്ണുനീര് തന്നെയായിരുന്നു. പക്ഷേ ശൈത്യ ഇവിടെ നല്ല രീതിയിൽ അഭിനയിക്കുകയാണ് ചെയ്തത്, അഭിനയിച്ച് തകർക്കുകയാണ് ചെയ്തത്. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ബിഗ് ബോസിനുള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഘട്ടം വന്നപ്പോൾ ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അതായത് ശൈത്യ അനുമോളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുണ്ടായി? ഈ ഒരു ശൈത്യയും അനുമോളും ഒരുമിച്ചാണ് ഈ ഒരു ജിസേലിന്റെയും ആര്യന്റെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ ശൈത്യ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എല്ലാ കുറ്റങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടത് അനുമോള് മാത്രമാണ് എന്നുള്ള കാര്യത്തില് അങ്ങനെ പറഞ്ഞ ശൈത്യ അവിടുന്ന് കൈയൊഴിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂടെ നിന്ന് വഞ്ചിക്കുന്ന ഒരാളാണ് ഈ ഒരു ശൈത്യ എന്നുള്ളത്. പിന്നീട് ലാസ്റ്റ് എവിക്ഷൻ ടൈം ആയപ്പം കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് ശൈത്യയും അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പിരിഞ്ഞത്. പക്ഷേ അവിടുന്ന് പിരിഞ്ഞ് ഒന്ന് പുറത്തു വന്നപ്പോഴത്തേക്ക് വീണ്ടും അനുമോൾക്ക് നേരെ ശൈത്യം തിരിഞ്ഞു. അതുപോലെ തന്നെ അനുമോള് പറയണ്ടായി ശൈത്യം പിന്നിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി. അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നതെന്നുള്ളത്. ദിവസങ്ങളിൽ മനസ്സിലാവും. അനുമോള് ഡ്രാമ കളിക്കാന്ന് ഏത് ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ. അപ്പം എന്താണിത്? ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളാണ് ശൈത്യ. അനുമോൾ ഇവിടെ ചെയ്ത് തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയിട്ട് നല്ലൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ബിഗ് ബോസിൽ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആരൊക്കെ നന്നായിട്ട് നിൽക്കുന്നു, ആരൊക്കെ മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നു, ഗെയിമിന് വേണ്ടി നിൽക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അനുമോൾ എന്തായി? അനുമോൾ അവിടെ ശൈത്യ നല്ലൊരു വ്യക്തി എന്ന നിലയിൽ ഫ്രണ്ടായിട്ട് എടുക്കുകയും അനുമോൾ എന്തൊക്കെയാണ് ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ എല്ലാം പറഞ്ഞത് എന്താണ്? അനുമോൾ ഇന്നലെ തന്നെ, അതായത് തലേ ദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും, നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും എന്നുള്ള കാര്യങ്ങൾ വരെ പുറത്ത് പറഞ്ഞു. അതാണ് പിന്നിൽ നിന്ന് തിരിഞ്ഞ് കുത്തുക, അല്ലെങ്കിൽ നമ്മളെ പിന്നിൽ നിന്ന് തടവെച്ച് കാൽ വെച്ച് തടവെച്ച് വീട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞാലേ നമ്മൾ കേട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കണ്ടറിയാൻ പറ്റി, ശൈത്യ പിന്നിൽ നിന്ന് നല്ല രീതിയിൽ കുത്തി. എന്നിട്ട് കുത്തിയത് പോരാഞ്ഞിട്ട് ഈ കൺഫെഷൻ റൂമിൽ ഇരുന്ന് കരഞ്ഞ വ്യക്തി ഉമ്മയൊക്കെ കൊടുത്ത് അവിടുന്ന് പിരിഞ്ഞ വ്യക്തി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനുമോളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനില്ല.
നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒരക്ഷരം പോലും മിണ്ടാനില്ല. എനിക്ക് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചനയുടെയും ആരിന്റെയും എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടും, അതായത് ലാലേട്ടൻ പറഞ്ഞിട്ടും തന്റെ വാക്കിൽ ഉറച്ചു നിന്ന അനുമോൾക്ക് ഇപ്പം ഫാമിലി സപ്പോർട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. അനുമോളുടെ കൂടെ നിന്നതുകൊണ്ടായിരിക്കണം മേ ബി ശൈത്യയ്ക്കും വോട്ട് കിട്ടി ഇത്രയും ഒരു 35-36 ദിവസത്തോളം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അനുമോളുടെ അടുത്ത് നിന്ന് മാറിയപ്പം ശൈത്യയ്ക്ക് എവിക്റ്റഡ് ആയി പോവുകയും ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷെ ഇതൊരിക്കലും ശൈത്യ സമ്മതിക്കുന്നില്ല. അതായത് അവരുടെ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അതിനെ ഒന്നും എന്താ പറയാ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഞാനാണൊരു വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ശൈത്യ അവിടെ ഇത്രയും നാൾ നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും മകളും താൻ പിടിച്ച മുയലിന് 10 കൊമ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. എന്താല്ലേ? അപ്പം എന്തായാലും ബിഗ് ബോസ് നിന്ന് ഇവര് പുറത്തു പോയത് എന്തുകൊണ്ടും നന്നായി. കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും ഇതുവരെ ശൈത്യ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നാളെങ്കിലും അവിടെ പിടിച്ചു നിന്നത് അനുമോളുടെ ഒരു ഷാഡോയിൽ നിന്നത് കൊണ്ടായിരിക്കണം മേ ബി അവർ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ അവർ എപ്പോഴോ എവിക്റ്റഡായി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേനെ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ശൈത്യ ഇത്രയും അധികം അനുമോളെ തിരിഞ്ഞു നിന്ന് കുത്തും എന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പം എന്തായാലും കട്ടപ്പ എന്നൊന്നും വിളിച്ചാൽ പോരാ ശൈത്യയെ. അതിലും വേറെ വലിയ പേരുണ്ടെങ്കിൽ അത് വേണം വിളിക്കാനായിട്ട്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വരുന്നവരേക്കും ബൈ.